അല്ലെങ്കിൽ ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ ഇന്നേവരെ ഇപ്പൊ 2-3 ജീവനുകൾ അടുത്ത സംഭവിച്ചു. ഇന്നേവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോട് ഞങ്ങൾ പറയേണ്ടത്? ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചോണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങൾ 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ ആചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. അതാണ് ഇപ്രാവശ്യം ഇതേവരെ സംഭവം എന്തായാലും മാറിക്കൊടുക്കുമല്ലോ. സ്വാഭാവികമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം തടസ്സപ്പെടുത്തിയെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. തുടക്കം മുതൽ കയ്യേറ്റ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. അരുണമൃത തുരങ്കമായി തുടരുന്നുണ്ട്. ഈ സമരവുമായി യോജിക്കാത്ത സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാരൊക്കെയാണ്? മൊത്തത്തിൽ ഈ ഹർത്താലിന്റെ ഒരു അവസ്ഥ ഈ മേഖലയിൽ എങ്ങനെയുണ്ട്? മോത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഈ ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിൽ തന്നെ അപ്പോൾ അത്തരത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുമ്പോഴൊക്കെ ഈ ഹർത്താൽ അനുകൂലികൾ UDF പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജില്ലയിലാകെ പോലീസ് വിന്യാസം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ ലക്കിടി കവാടത്തിന് മുന്നിൽ ഈ പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്ന കാര്യം എന്നാണ്. സാധാരണഗതിയിൽ ഈ ഹർത്താൽ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ തവണ ഹർത്താൽ ഉണ്ടാകുമ്പോൾ 15 മിനിറ്റ് നിയന്ത്രിച്ച് വാഹനങ്ങൾ തടഞ്ഞ് കടത്തിവിടുകയാണ് പതിവ്. ഇത് ആദ്യ മിനിറ്റിൽ തന്നെ ഈ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ തന്നെ പോലീസ് തടഞ്ഞു, അവരെ അറസ്റ്റ്. ഈ സമരം പൊളിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്താൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ഇവിടെ എത്തി വാഹനങ്ങൾ തടഞ്ഞു കുത്തിയിരിപ്പ് സമരം നടത്താൻ ഒരുങ്ങുമ്പോഴാണ് പോലീസ് CIയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള സംഘം എത്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിൽ അവശേഷിക്കുന്ന 2 പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അവർ വീണ്ടും വാഹനം തടയാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ ലക്കിടി പ്രധാന കവാടത്തിൽ ഇവരെ നേരത്തെ കയ്യേറ്റവും ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് ഉന്തും തള്ളും ഉള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പ്രവർത്തകർ പിടിച്ചു വാങ്ങി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങളെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ അവശേഷിക്കുന്ന പ്രവർത്തകർ ഇവിടെ വഴി തടയാൻ ഒരുങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇവരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഹർത്താൽ എന്തായാലും പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് ഈ പ്രതിഷേധങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എങ്കിലും ഈ UDF നേരത്തെ തന്നെ ഈ അവശ്യ സാധനങ്ങൾ ഒഴിവാക്കിയുള്ള ഹർത്താൽ ശക്തമായി തന്നെ ഹർത്താൽ ആചരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ്, ആഹ്വാനമാണ് UDF നടത്തിയത്. 2 ദിവസത്തിനിടെ 2 മനുഷ്യജീവനുകളാണ് ഈ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഇന്നലെ മേപ്പാടിയിലും മിനിഞ്ഞാന്ന് സുൽത്താൻ ബത്തേരിയിലും ബാലകൃഷ്ണനും മനുവിനും ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായി. അത് ഏറെ നാളായി തുടരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ സമാധാനപരമായി തന്നെ ആയിരുന്നില്ലേ തുടക്കം മുതൽ പ്രവർത്തകർ ഹർത്താൽ ആചരിച്ച് മുന്നോട്ട് പോയത്? എന്തുകൊണ്ടാണ് പോലീസിന്റെ ഇടപെടൽ പെട്ടെന്നുണ്ടായത്? മോത്തി പ്രവർത്തകരും പറഞ്ഞത്, അതായത് കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ ഈ കേന്ദ്ര അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരും. പക്ഷേ എണ്ണി വെച്ചോ, ഇത് വയനാട് ജനതയ്ക്കുള്ള പോരാട്ട, ഞങ്ങൾ സ്വാതന്ത്ര്യങ്ങൾക്കുള്ള പോരാട്ട. അതെ, നീ എത്ര പേരെ അറസ്റ്റ് ചെയ്യും? നിന്നെ കൊണ്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? എന്നെ പോലെ 100 ആളുണ്ട്, എന്നെ പോലെ 100 ആള്. നിങ്ങളാണ് ഷോ
ഇതുവരെ വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ഹർത്താലുകളും കടന്നു പോയിട്ടുണ്ട്. ഈ പോലീസുകാർക്ക് അറിയാലോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസുകാരുടെ സംഘം വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. തുടരൂ അരുൺ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക്. അതെ മോത്തി, ഇപ്പോൾ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രധാന കവാടത്തിലെത്തിയ UDF പ്രവർത്തകർ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാന കവാടത്തിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലേക്കും കൽപ്പറ്റ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കും വാഹനങ്ങൾ പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ പൂർണ്ണമായും പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നു. അതായത് പ്രവർത്തകർ ഇവിടെ എത്തി മുദ്രാവാക്യം വിളിച്ച് വാഹനങ്ങൾ തടഞ്ഞു. അതിനുശേഷം ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് നീങ്ങി. അപ്പോഴാണ് പോലീസ് ഒരു വാഹനം കടത്തിവിടാനുള്ള ശ്രമം നടത്തിയത്. ഇതിനെ പ്രവർത്തകർ തടഞ്ഞു. അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിലൊരു വാക്കേറ്റമുണ്ടായി. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2 തവണയായാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അവശേഷിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ജീപ്പെത്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക്, ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് പോലീസ് ആസൂത്രിതമായൊരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ എത്തുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഹർത്താൽ ഉണ്ടായപ്പോൾ 15 മിനിറ്റ് ഇടവിട്ട് തടഞ്ഞുകൊണ്ടൊക്കെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. ഇപ്പോൾ ആദ്യ 5 മിനിറ്റിൽ തന്നെ പോലീസ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ആസൂത്രിതമാണ് എന്നുള്ളതാണ് പ്രവർത്തകരുടെ ഭാഗം. അത്തരത്തിലൊരു പ്രതിഷേധം എന്തായാലും ആദ്യ മണിക്കൂറിൽ തന്നെ കണ്ടിരിക്കുന്നു. എന്തായാലും വയനാട്ടിലെ ഈ ഹർത്താൽ പുരോഗമിക്കുക തന്നെയാണ്. ഇപ്പോൾ ലക്കിടി പ്രധാന കവാടത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മോത്തി. ശരി അരുൺ.